ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ ഉള്ളിത്തൂമ്പ് മുട്ട തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ, എന്നാലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പൊ ഞാനിതാ തോരൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉള്ളിത്തൂമ്പ് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ. ഒരു 600 ഗ്രാം ഉള്ളിത്തൂമ്പൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തോരൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കണത്. നമ്മൾ ഉള്ളിത്തൂമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ ഉള്ളിത്തൂമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണേ. അപ്പൊ ഞാനിതാ അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 4 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞു പോകാൻ പാടില്ല, നന്നായിട്ടൊന്ന് ഒന്നുകൊണ്ട് ഒതുക്കി എടുത്താൽ മതി കേട്ടോ. ഇതാ ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം ഒന്ന് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 6 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറെ അങ്ങോട്ട് വയന്ന് കിട്ടുന്നു വേണ്ടിട്ട് ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടും ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പൊ ഞാൻ എന്താ ഉള്ളിത്തുമ്പ് ഇതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മളെ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിത്തുമ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഒതുക്കി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ ഉള്ളിത്തുമ്പ് തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ. അതൊന്നും ചൂടായി വരുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇതിന്ന്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ ഞാൻ അതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉള്ളിത്തുമ്പ് പകുതി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു മുട്ടനെ ഒഴിച്ച് കൊടുക്കണത് നമ്മൾ സാധാ കോഴിമുട്ടനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളിത്തുമ്പിന്റെ എല്ലാ ഭാഗത്തും ആ മുട്ട ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് ഒഴിച്ച് കൊടുക്കണത്. 600 ഗ്രാം ഉള്ളിത്തുമ്പൊക്കെ ഒരു മുട്ട തന്നെ മതിയാവട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ടേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണ്ട കേട്ടോ. ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ. ഇതിത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ അതാ 2 മിനിറ്റ് സമയം ഞാൻ ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മളെ ഉള്ളിത്തുമ്പിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തോരന്. അപ്പൊ അതാ നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഉള്ളിത്തുമ്പ് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇട്ടത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ തേങ്ങ മാത്രം ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കണേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ മുട്ടയും കൂടി ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ചൂടോടൊക്കെ തന്നെ കഴിക്കണം കേട്ടോ. ചൂടാറിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ചൂടോടൊക്കെ തന്നെ കഴിക്കുമ്പോൾ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു തോരൻ മാത്രം മതിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിന്റെ ആവശ്യമില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഉള്ളിത്തുമ്പോ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു തോരനും കൂടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മൾ ഉള്ളിത്തുമ്പ് മുട്ടത്തോരന്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.